ചിരിച്ച് സംസാരിക്കുമ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോഴും നിങ്ങൾ തിരിച്ച് തന്നെ ഫേസ് ചെയ്യാറുണ്ട്? അത് എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അബദ്ധം പറ്റിയാൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ഞങ്ങൾ തന്നെ. എന്തെങ്കിലും നമുക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ നമുക്ക് ഒരവസ്ഥ വന്നാൽ ഞങ്ങൾ ഈ ഇടയ്ക്ക് വളരെ റീസെൻ്റ്ലി ഞങ്ങൾ ഈ കല്യാണ പരിപാടിക്ക് പോകില്ല, പാട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കും. പക്ഷെ മിമിക്രിക്ക് കല്യാണ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേർ സ്റ്റേജിൽ കൂടെ ഓടും, ബിരിയാണി ഇന്ന് കൈകൊണ്ട് ക്ഷയിക്കാൻ തരാൻ വരും. പിന്നെ അതൊക്കെ ഉണ്ട്, നമ്മൾ വെറുതെ പോകാറില്ല കല്യാണ പരിപാടി. അപ്പോൾ ഒരുത്തും പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണ പരിപാടിയുണ്ട്, പണക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഡിറ്റോറിയത്തിൽ ഭയങ്കര കല്യാണം പണക്കാരും. അവിടെ പറയണം അവർ പരിപാടി ചെയ്യാനൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്നാൽ ഇപ്പോൾ സാമ്പത്തിക പ്രാധാന്യം നിൽക്കുന്ന സമയം, നല്ല പൈസ. ഞാനും ധർമ്മനുമൊക്കെ കൂടെ പോയി. ധർമ്മനുമൊക്കെ കൂടെ ഈ ചിരിച്ച അവസ്ഥയാണോ ഞാൻ പറഞ്ഞത്, നമ്മൾ തന്നെ അപകടം പറ്റി ചിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴേ ഓടി BMW സെറ്റപ്പിലുള്ള ആൾക്കാരാണ്. ഇവരൊന്നും ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ടുമില്ല, ഞങ്ങൾ അറിയാനും പാടില്ല, ഒന്നുമില്ല. വെറുതെ വിളിച്ചേക്കണ ഞങ്ങളെ. പൈസ ഇനി എങ്ങോട്ട് എല്ലാം കൂടെ കണക്ക് നോക്കിയപ്പോൾ ബാക്കി ഇരിക്കുന്ന പൈസ എന്നാലും കാര്യം ചെയ്യും, പരിപാടി ആരെയും വിളിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ വെച്ചേക്കാം. ഒന്നൊരു ഈ ഹോളിലേക്ക് തുറന്നു കഴിഞ്ഞാൽ നേരെ ഈ ഹോളാണ്, നിറച്ച ആൾക്കാർ കാണും. ഞങ്ങൾ ചെന്നപ്പോഴേ അവിടെ റോസാപ്പൂ കൊണ്ട് അലങ്കരിച്ച് വധുവും വരണം അവിടെ നിൽക്കുന്നത്. ഒരു സൈഡ് മുഴുവൻ ബഫേ, ഇതിൻ്റെയൊക്കെ സൈഡിൽ പ്ലാസ്റ്റിക് കസേര കൊണ്ടൊരു ചതുരം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ നിങ്ങൾക്ക് കാരണം അവിടെ നിന്ന് പരിപാടി നടത്തിക്കോ എന്നിട്ട് ഇയാളങ്ങ് പോയെന്നേ. ഞാന് മൈക്കെടുത്ത് വെച്ചിട്ട് മൈൻഡ് ചെയ്യേണ്ട ആരെങ്കിലും ഒരാൾ മൈൻഡ് ചെയ്താലല്ലേ, ഒന്നുമില്ല. ഞാൻ ഹലോ ഇവിടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അതായത് ചങ്ക് ചിരി വന്നിട്ട് ഒന്നും വയ്യ നിന്ന് പരിപാടി അണിയുമ്പോൾ ധർമ്മജൻ പോയിട്ട് പെൺവേഷം കെട്ടി. ധർമ്മജൻ പെൺവേഷം കെട്ടിയിട്ട് വന്നപ്പോൾ ആ പെണ്ണിന്റെ അച്ഛൻ നോക്കിയിട്ട് ഇവിടെ കളിക്കാനുള്ളതാണോ, അയ്യോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ ധർമ്മം പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സുള്ള കാര്യമൊന്നും പറഞ്ഞില്ലെന്നേ ഞങ്ങളോട്. അയാൾക്ക് സ്കിറ്റൊന്നും അറിയാൻ വയ്യ, ഫാൻസി ഡ്രസ്സുള്ള കാര്യം പുള്ളിയോട് പറഞ്ഞില്ലെന്ന്. അന്നൊക്കെ ചിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ധർമ്മന്റെ മുഖം നോക്കുമ്പോൾ ഞാൻ ചിരിക്കും, എന്റെ മുഖം നോക്കുമ്പോൾ അവൻ ചിരിക്കും. അതൊക്കെ ഭയങ്കര അനുഭവമാണ് അപകടം പറ്റിയിട്ടേ. അതുപോലെ ധർമ്മം പണ്ട് ആൻസി വെച്ച് പോയിട്ട് ഒരു സീരിയലിൽ നായിക നടന്നു വരുമ്പം ഇവര് ബൈക്കിൽ 3-4 പേര് വട്ടം കറങ്ങണം, ബൈക്കിൽ ഇങ്ങനെ പോകണം. അപ്പൊ 3 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് ധർമ്മനുണ്ട് ഒരു ബൈക്കിൽ ധർമ്മനും വേറൊരാളും, ഒരെണ്ണത്തിൽ വേറൊരാളും കട്ട ടീമൊക്കെ ഉണ്ട്. 3 പേര് ഇങ്ങനെ ബൈക്ക് നായികയിട്ട് ഓടിക്കണം. 3 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തപ്പോഴും സംഭവം ഓക്കെ ആയി. അവസാനം ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ ധർമ്മന്റെ വണ്ടി സ്റ്റാർട്ടായില്ല. ആ വണ്ടി എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞ് റോളും പോയി. അതുപോലെ പോയി. അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർ ചിരിപ്പിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ബഹദൂർ, ലോ അറിയപ്പെടുന്ന ഒരു കലാകാരനാണെങ്കിൽ ചാർലി ചാപ്ലിൻ. ഇവരൊക്കെ മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും ഇവരുടെ പിന്നാമ്പുറങ്ങളിൽ സ്ഥായിയായിട്ടുള്ളൊരു ദുഃഖം ഉണ്ടായിരുന്നു, ദാരിദ്ര്യമായാലും. ഇപ്പോൾ ഞാൻ ദാരിദ്ര്യം ഒന്നും പറയണില്ല, ഇപ്പോൾ ഒരുപാട് പൈസയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ഞാനൊരിക്കലും പിഷാരടിനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇതുവരെ ദേഷ്യപ്പെടണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ചിലവർ പറയും വില്ലന്മാർ ശരിക്കും പാവങ്ങളാണെന്ന് പറയാറുണ്ട് സിനിമയില്. ഇപ്പൊ ഒത്തിരി വില്ലന്മാര് എല്ലാരും പാവങ്ങൾ, രാജൻ ബീദേവ് ഉൾപ്പെടെ. ഇപ്പൊ സത്താറിനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരിചയപ്പെട്ടു, ഭയങ്കര സിമ്പിളായിട്ട് സംസാരിക്കണ. അപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇവരൊക്കെ പേടിയോ എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറിക്കളി. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ദേഷ്യപ്പെടലൊക്കെ എനിക്ക് ഭയങ്കര കുറവാട്ടോ. ഭയങ്കര കുറവാന്ന് പറഞ്ഞാൽ ഓണം മുട്ടുമ്പോഴേ ദേഷ്യം വരുള്ളൂ. ദേഷ്യം വന്നാൽ ഞാൻ പോവുള്ളൂ, ഞാൻ ഒച്ചയെടുക്കുകയൊന്നുമില്ല. ഞാൻ അവിടുന്ന് ഒരു പ്രത്യേക പോളിസി ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബുദ്ധിമാനും മണ്ടനും കൂടെ മത്സരിച്ചാൽ എപ്പോഴും മണ്ടൻ ജയിക്കും, കാരണം ബുദ്ധിമാൻ വിട്ടുകൊടുക്കും. ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്ക് അല്ല, ഇപ്പം ഞാൻ പറയാം, നമ്മുടെ കാറ് രാത്രി ഒരു കാറ് പോയിട്ട് ഉരഞ്ഞാൽ ഇത് ഉരഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ഇവനും ആദ്യമായിട്ട് കാണുന്നവന്, ഞാൻ ഇവന്റെ കാറിൽ കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഉരയ്ക്കണം ഉദ്ദേശിച്ച് ഉരയ്ക്കുന്നതല്ല, അവൻ അത് ഉദ്ദേശിച്ച് ചവിട്ടിതൊല്ല ഒന്നുമല്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം, പോലീസ്, ഇതൊക്കെ അല്ലേ. ഇതിന് പകരം നേരെ വന്ന് അച്ഛനും എനിക്ക് ദേഷ്യം വരാറില്ല. ഞാൻ ഇതിങ്ങനെ പറയാൻ എന്നോട് വല്ലതും പറയാൻ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞല്ലോ പറഞ്ഞു. ഞാൻ ഇപ്പം ജനുവരി 1 എൻ്റെ കാർ ഉരഞ്ഞതാണ്. എടപ്പള്ളിയിൽ വെച്ചിട്ട്, എടപ്പള്ളിയിലെ സിഗ്നലിന് അറിയാലോ, ദൂരേന്നേ കാണാം ലൈറ്റ്. അപ്പൊ ഇങ്ങനെ അത് മാറുന്നതിന് മുമ്പ് നമുക്ക് അപ്പുറത്തേക്ക് എത്തണം. സാധനം പച്ച കത്തി കിടക്കുക, നല്ല സ്പീഡിൽ വരുമ്പം എൻ്റെ ഡ്രൈവർ വണ്ടി വിളിച്ചോണ്ടിരിക്കുക. അത് ഇതിന് മുമ്പ് അപ്പുറത്ത് കിടക്കണം. അവൻ അത് നോക്കിയാ വരുന്നത്. ഈ നോക്കി വരുമ്പോൾ അടുത്തെത്തിയപ്പോൾ ഇത് ഓറഞ്ചായി. അപ്പൊ അടുത്ത സെക്കൻഡിന് ചുമലയാവും. ഓറഞ്ചിൽ നമുക്ക് വേണേൽ അങ്ങോട്ട് പോവാം. ഞാൻ ഇവനോട് ചവിട്ടി വിട്ടോ എന്നുള്ളവർക്ക് തന്നെ ചവിട്ടിക്കോ എന്ന് പറഞ്ഞ്, ഇവൻ ബ്രേക്ക് ചവിട്ടിക്കോ എന്നാണ് അവൻ്റെ അർത്ഥം എടുത്തത്. ഇവനൊരു ചവിട്ടാനും പുറകിലൊരു ഇന്നോവ വന്നൊരു ഇടി ഇടിച്ചിട്ട് അവനും ഇങ്ങനെ നോക്കി വരുമായിരുന്നു. ഈ ഫ്രണ്ടിലെ സാധനം നോക്കിയില്ല. ഒരു ഇടിക്ക് ഞാൻ ജംഗ്ഷന്റെ നടുക്ക് പുറവശം നോക്കിയപ്പോൾ കശുവണ്ടി പോലെ ഈ കാറിന്റെ പുറവശം ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ഇവൻ
എന്തായാലും ലോകത്ത് എവിടെയാണ് പുറകിൽ നിടിച്ചവനാ കുറ്റം. അങ്ങനെ ഒരു നിയമമുണ്ട്. ഞാൻ ഈ കാറ് നടുക്കെടുക്കുക റോഡിന്റെ, ഞാനത് റിവേഴ്സ് ഇട്ടിട്ട് വീഴുന്നുണ്ടോ തള്ളുന്നുണ്ടോ, ഞാനും അവനും കൂടി ഇറങ്ങിയിട്ട് നടുക്കുന്ന് മാറ്റിയിടാൻ നോക്കുമ്പോഴത്തേക്ക് ഇയാള് ചൂടാകുന്നേ, ഭയങ്കരമായിട്ട് ചൂടാകും. നോക്കുമ്പോൾ ഇതൊരു ട്രാവൽസിന്റെ വണ്ടിയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ട്രാവൽസിന്റെ വണ്ടിയാണോ? അതെ. ഇതിന്റെ ഓണർ നിങ്ങളല്ലല്ലോ? അല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഓണർ വരട്ടെ, അല്ലാതെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓണർ ഗൾഫുകാരൻ ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടൊക്കെ പോയതാ വണ്ടി നോക്കാൻ, ആരുമില്ല. വന്നവൻ എൻ്റെ മുഖത്തേക്ക് രാവിലെ 3 മണി വരെ കയറി. ഞാനിത് മുഴുവൻ നിന്ന് കേട്ട് അടുത്ത ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എന്താ ചെയ്യേണ്ടത്, എനിക്ക് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തൊന്നും ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് പറ്റിയെന്നുള്ളതല്ലാതെ ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് ചൂടാകൽ എന്ന് പറയുന്ന പരിപാടി എനിക്കില്ല. വളരെ കുറച്ച് ദേഷ്യം വരുള്ളൂ. ഞാൻ എൻ്റെ കാശിന് നന്നാക്കി, അവനവൻ്റെ കാശിന് നന്നാക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കേസ് കൊടുത്ത് ആരെ കൊണ്ട് പറ്റുന്ന കുറേ അല്ല, കുറേ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ഒരുപാട് മനസ്സിലാക്കേണ്ടായിരുന്നു അല്ലേ. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഓരോ ദിവസം പത്രത്തിൽ കാണുന്നുണ്ട്, ചെറിയ 50 വയസ്സേ ചൊല്ലുള്ള തർക്കത്തിൽ ഒരാൾ കുത്തിക്കൊന്നു. പറവൂരിനടുത്ത് നമ്മൾ ഒരു വർഷം മുമ്പ് വായിച്ചു, 50 പൈസയെ ചൊല്ലിയുള്ള തർക്കത്തിന് ചായക്കട ഉടമയെ കുത്തിക്കൊന്നു. എൻ്റെ കൂട്ടുകാരൻ ഷൈജു അടിമാലി എന്ന് പറഞ്ഞൊരു മിമിക്രിക്കാരനുണ്ട്. അദ്ദേഹം രാവിലെ അടിമാലിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മോളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോയി. ഉടനെ ഒരാൾ ചോദിച്ച്, ഇതിപ്പോൾ ഒരു 500 അടി പൊക്കത്തിലല്ലേ പോകുന്നത്? കൂടെ നിന്നാട് പറഞ്ഞു, അതൊരു 1000 അടി പൊക്കത്തിലാണ് പോകുന്നത് ചോദിച്ചു. പിന്നെ ഷൈജോ പോകുന്ന, ഷൈജോ നീ വിമാനത്തിലൊക്കെ കയറില്ല, നീ വന്നത് ഇത് 500 അടി പൊക്കത്തിലാണോ 1000 അടി പൊക്കത്തിലാണോ പോണേന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവൻ ബസ് കയറിപ്പോയി. സന്ധ്യക്ക് തിരിച്ചു വരുമ്പോൾ ബസ്സില്ല. മറ്റേയാൾ കുത്തി മറ്റവനിട്ട് ഹർത്താലാന്ന് നാട്ടില്. ഇതിന്റെ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടേ, ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞ് കുത്തിയെന്ന് ഒരാൾ മറ്റേ ആക്കിയിട്ട് ഹർത്താൽ നാട്ടില്. അപ്പം എനിക്ക് ദേഷ്യം വരവ് തീരെ കുറവാണ്. പിന്നെ നേരത്തെ ചോദിച്ച ചാർലി ചാപ്ലിന്റെ സങ്കടം എന്ന് വെച്ചാൽ, എനിക്കൊരു പ്രശ്നമുള്ളത് എന്തെന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു അപകർഷതാബോധം പലപ്പോഴും അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി, എനിക്കൊരു സമയം കഴിയണം പുതിയ ഒരാളോട് മിണ്ടി തുടങ്ങാൻ. ഒരു പർട്ടിക്കുലർ ടൈം നേരെ ചെന്ന് ഞാൻ പറ്റത്തില്ല. എന്നോട് ഹലോ സുഖമാണോ? അതെ. ചേട്ടന് സുഖമാണോ? ഇത്ര ഞാൻ ചോദിക്കും. ഞാൻ ചേട്ടാ ഇങ്ങനെ കാണിക്കത്തില്ല. ഇതുകൊണ്ട് വെറുതെ എനിക്ക് ജാടയാണോ എന്നൊരു ഒരുപാട് പേര് വെറുതെ നടക്കുമ്പോഴൊക്കെ സുഖമാണോ എന്ന് ചോദിക്കണവര് മസിൽ വിട്ട് നടക്കടാ. കുഴപ്പമില്ല. ധർമ്മൻ ഒരു ഉദാഹരണം പറഞ്ഞത്, ധർമ്മൻ സ്ഥിരം ഒരു കാണുന്ന ഒരുത്തനാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നപ്പോഴേക്കും പുള്ളിനെ ധർമ്മനങ്ങടെ അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, എന്താടാ അവൻ നിങ്ങൾ ജാട കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിൽ ചെന്ന് ധർമ്മനോട് പറഞ്ഞു, ധർമ്മ എടാ എന്താണെന്ന് ഞാൻ മൈൻഡ് ഒക്കെ ഇവിടെ ഓന് എന്തിനാണ് ഞാൻ മൈൻഡ് ഒക്കെ എടുത്തത്, അവരെല്ലാം സുഖമുള്ളതല്ലേ. പിന്നെ ഇതേ അതൊക്കെയാണ്. പിന്നെ നമ്മൾ തിരാത്ത ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മളെ കാണുമ്പോൾ ഒരുപാട് പേര് ചിരിക്കുമല്ലോ, നമ്മൾ കാണുന്നത് ചിരിക്കുന്നത്. അപ്പം നമ്മൾ പരിചയപ്പെടും, യാത്രയും. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്കൊരു ഫോൺ വരും, ഹലോ മനസ്സിലായോ? ഞാനൊരു ഹലോ വെച്ച് എങ്ങനെ മനസ്സിലാക്കാനാ? ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കൊണ്ട് മനസ്സിലായില്ല, ഒരു എന്തെങ്കിലും ഒരു സൂചന തരാമോ? ട്രെയിനേ അതുപോലെ ട്രെയിൻ എന്നൊക്കെ സൂചന പറഞ്ഞ ഒരൊറ്റ ട്രെയിനിൽ 10,000 പേരുണ്ട്. ഇത്രയും ട്രെയിൻ യാത്രയാണ്. ഞാൻ ഏത് ട്രെയിനാണ് ഞാൻ ആലോചിക്കുന്നത്? അന്ന് ട്രെയിനിൽ നമ്മൾ രാത്രി അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ മിനിറ്റ് വന്ന ആളാണ്. എൻ്റെ കയ്യിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിച്ചു. ഇതെന്താ അറിയാമോ, ഈ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കൈയിടുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബില്ല് കൊടുക്കുന്ന ആളാണ്. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് ഞാൻ മനസ്സിലാക്കാച്ചപ്പം അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു കുടിച്ചു. അതായത് ഞാൻ അയാളെ പറ്റിച്ച് ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഇപ്പോൾ അറിയാൻ വയ്യ. ഓക്കെ, അങ്ങനെയാണ് സിനിമക്കാരൊക്കെ, അങ്ങനെയാണ്. എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ്? ഇതൊക്കെയാണ് സങ്കടം. നമ്മൾ തീർത്തും അറിയാത്ത കാര്യത്തിന് ഇങ്ങോട്ട് ചായ മേടിച്ച് തന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട്, ഇതും മേടിച്ചിട്ട് ഞാൻ ഇന്നാളെ നമ്മുടെ ട്രെയിൻ വെച്ച് കണ്ടില്ലേ, ഇന്ന ആളാന്ന് പറയാലോ. ഇത് ചെയ്യൂല. ഇതൊക്കെ നമ്മൾ ശരിക്കും അത് കോളോ. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പോലും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറേ നേരം നമ്മൾ ഇരുന്നു. തിരിച്ച് ചെല്ലുമ്പോൾ കുറേ മിസ്ഡ് കോൾ ഉണ്ടാവും. തിരിച്ച് വിളിക്കണം.